തമ്പി കീഴ ഇറങ്ങ്. ഓ തമ്പി കീഴ ഇറങ്ങപ്പാ പ്ലീസ്. ഞാൻ പോവില്ല. കീഴ ഇറങ്ങപ്പാ. ഞാൻ പോവില്ലെന്നു കീഴ ഇറങ്ങപ്പാ. ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി തവണ നമ്മളെ പറ്റിയത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അത് ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ. വോട്ടുപെട്ടി പൊട്ടിച്ചപ്പോൾ യുഡിഎഫും ഞെട്ടി ഇടതുപക്ഷ മുന്നണിയും തുടർഭരണം നേടി മുഖ്യനാവാൻ കച്ചകെട്ടിയ കോൺഗ്രസുകാർ ഞെട്ടി സ്വപ്നമെല്ലാം നെയ്തവരും എട്ട് നില പൊട്ടി വനവാസത്തിന് പോകുവാനായി ഒരുങ്ങി നിന്നോ വീടി മൂന്നാമത്തം തുടർഭരണം ഇടതു മുന്നണി നേടി 100 സീറ്റ് നേടുമെന്ന വീമ്പ് പാഴായി പോയി ജനവിധി കണ്ട് യുഡിഎഫ് തലയിൽ മുണ്ടിട്ടോടി